ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ്സിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും അതോടൊപ്പം നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ സബ്ജക്റ്റ് ഏകവചനമായി കഴിഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും നമ്മൾ ഹാസ് ഉപയോഗിക്കും. സബ്ജക്റ്റ് പ്ലൂറലായാൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റോ പാസ്റ്റ് കണ്ടിന്യൂസ് ആയാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എന്താണ്, ഹാഡ് മാത്രം മതി. ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, മണിക്കൂറോളമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പഠിച്ചിരുന്നു. ഇത്ര മണിക്കൂറോളമായിട്ട്, ഇത്ര വർഷങ്ങളോളമായിട്ട്, അല്ലെങ്കിൽ ഇത്ര സമയം മുതൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ തുടങ്ങിയിട്ട് എന്താണ്, അപ്പ് ടു ദ പ്രസൻറ്റ് വരെ എന്താണ് നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ, ആക്ഷൻസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, മണിക്കൂറോളമായിട്ടെന്താണ് അവൻ വെയിറ്റ് ചെയ്യുകയാണ്. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, അവളെന്താണ് ഫോർ അവേഴ്സായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാരി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ് ആയിട്ട് ഹാരി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബ്ജക്റ്റ് നമ്മൾ പിന്നെ പ്ലൂറലായി കഴിഞ്ഞാൽ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, മണിക്കൂറോളമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫുൾ സെൻറ്റൻസ് പറഞ്ഞാൽ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ അവേഴ്സ്, നിനക്ക് വേണ്ടി ഞാൻ മണിക്കൂറോളമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, ഞങ്ങൾ എന്താണ് ഫോർ അവേഴ്സ് മണിക്കൂറോളമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. You have been waiting for hours. They have been waiting for hours. A and B have been waiting for hours. ഇനി നമ്മളിത് WH ക്വസ്റ്റ്യൻസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്താണ്, വേറെ നമുക്ക് എന്താണ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെന്താണ് വേറെ കഴിഞ്ഞിട്ട് നമ്മൾ ഹാസ് വരണം. വേർ ഹാസ് ഹി ബീൻ വെയിറ്റിംഗ്, എവിടെയാണ് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയർ ഹാസ് ഹി ബീൻ വെയിറ്റിംഗ്, എവിടെയാണ് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയർ ഹാസ് ഷീ ബീൻ വെയിറ്റിംഗ്, വെയർ ഹാസ് ഹാരി ബീൻ വെയിറ്റിംഗ്. അങ്ങനെ. ഇനി നമ്മൾ സബ്ജക്റ്റ് പ്ലൂറലായാൽ നമുക്ക് യു അടക്കാം. അപ്പോൾ വെയർ ഹാവ് യു ബീൻ വെയിറ്റിംഗ്, നീ എവിടെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഹൂ വച്ച് യൂസ് ചെയ്താൽ ഹൂ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, മണിക്കൂറോളമായിട്ട് ആരാണ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതേ സെൻറ്റൻസിന് എന്താണ്, ഈ ഒരു സെൻറ്റൻസ് നമ്മളെന്താണ് കോമൺ ആയിട്ടൊരു ഹാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താണത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, അവൻ ഫോർ അവേഴ്സ് ആയിട്ടെന്താണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, ഹാരി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, ഞാൻ ഫോർ അവേഴ്സ് മണിക്കൂറോളമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, യു ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, എ ആൻഡ് ബി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്. അപ്പോൾ നമുക്കിതിനിപ്പോൾ വേറെ ചെയ്ത് കണക്ട് ചെയ്താൽ വെയർ ഹാഡ് ഹി ബീൻ വെയിറ്റിംഗ്, അവൻ എവിടെയായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത്. വെയർ ഹാഡ് ഷീ ബീൻ വെയിറ്റിംഗ്, വെയർ ഹാഡ് ഹാരി ബീൻ വെയിറ്റിംഗ്, വെയർ ഹാഡ് യു ബീൻ വെയിറ്റിംഗ്, വെയർ ഹാഡ് they been waiting, where had
എ ആൻഡ് ബി ബീൻ വെയിറ്റിംഗ്. അപ്പോൾ അതിൻ്റെ WH ഫോംസ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയി. ഇനി ഹൂ വച്ചാണെങ്കിൽ ഹൂ ഹാഡ് ബീൻ വെയിറ്റിംഗ്, ആര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൂ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്, ഫോർ അവേഴ്സ് മണിക്കൂറോളമായിട്ട് ആര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നതും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ലെസണിൽ വീണ്ടും കാണാം.